ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ചൈനയിലെ വലിയൊരു പർവ്വത നിരകൾ കാണിക്കും. അവിടേക്ക് ഒരു ഉൽക്ക അതങ്ങനെ ലക്ഷ്യമാക്കി പോയി. ആ പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിൻ മോമോ, അവളും അവളുടെ അമ്മയും അച്ഛനും അവരെല്ലാവരും ഒരു കാറിൽ അങ്ങനെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ആ ഒരു മലയ്ക്കരികിലുള്ള റിസോർട്ട് ലക്ഷ്യമാക്കി കാർ ഓടിച്ച് വരികയാണ്. മോമോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ലേസിനെസ് തോന്നും, ബോറടിക്കും. കാരണം അവളുടെ പപ്പയും മമ്മയും അവർ രണ്ടുപേരും രണ്ട് ലോകത്താണ്. അവളുടെ അമ്മ ഒരു ലോയറാണ്. എപ്പോഴും കേസുകൾ പ്രാക്ടീസ് എന്നൊരു ചിന്ത മാത്രമേ അവളുടെ അമ്മയ്ക്കുള്ളൂ. ഇപ്പൊ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും അവളൊരു കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരിക്കും മുൻപിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുക. അവരങ്ങനെ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ കാറാണെങ്കിൽ ഒന്നിനെ ഇടിച്ച് തെറിപ്പിക്കും. അവർ ഷോക്കായി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. അവരിടിച്ചത് മറ്റൊന്നിനെയോ അല്ല, ഒരു മുയലിനെ. അതിനെ കണ്ട് ആദ്യം അവരൊന്ന് ഷോക്കാവും. അതിനുശേഷം മോമോയുടെ അമ്മ അതിനെ ഒരു കവറിലേക്ക് മാറ്റി ഡെക്കയിൽ കൊണ്ടുപോയി ഇടുകയാണ്. തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മോമോയുടെ അമ്മ ഹാപ്പി ആയിട്ട് നിൽക്കും. പക്ഷെ മോമോയ്ക്ക് അതൊട്ടും ഇഷ്ടാവില്ല. അവൾ ഫുൾ കലിപ്പിൽ അങ്ങനെ കാറിനകത്തേക്ക് കയറിയിരിക്കും. അതിനുശേഷം അവർ വീണ്ടും അവരുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടിൽ എന്തോ ഒന്ന് അവരെ മൂന്നുപേരെയും അങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മൂന്ന് ടെക്നീഷ്യൻസിനെ കാണിക്കും. അവർ മൂന്നുപേരും ഇപ്പോൾ വലിയൊരു ടവർ അത് റെഡിയാക്കാൻ വേണ്ടി ആ ഒരു ഉൽക്ക വീണ ഭാഗത്തേക്ക് വരികയാണ്. അവർ ആ ടവറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴായിരിക്കും ടവർ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നതായിട്ട് അവർ കാണുക. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇത്രയും വലിയ ടവർ ഇങ്ങനെ പൂർണ്ണമായിട്ട് തകർന്നു ചിന്തിച്ച് അവരാണെങ്കിൽ ആ ടവറിലേക്ക് തന്നെ നോക്കി നിൽക്കും. അതേസമയം ഇവിടെ ഹീറോയിനും പാരൻസും അവരാണെങ്കിൽ ആ ഒരു റിസോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരെ റിസീവ് ചെയ്യാനായിട്ട് അവിടേക്ക് വരിക മറ്റാരുമല്ല, ആ റിസോർട്ടിന്റെ ഓണറും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ മോമോയുടെ അങ്കിളുമായിട്ടുള്ള ഒരാളാണ്. ആളാണെങ്കിൽ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരും. അതേസമയം ആ റിസോർട്ടിൽ തന്നെയുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പയ്യനും അവന്റെ ഗേൾഫ്രണ്ടും അവർ രണ്ടുപേരും അവിടേക്ക് ഹായ് ആയിട്ട് വരും. ആ റിച്ച് പയ്യനാണെങ്കിൽ ഭയങ്കര അറഗന്റ് ആണ്, അതുപോലെ തന്നെ സെൽഫിഷും ആണ്. അവർ അങ്കിളിനോട് വേട്ടയാടാനായിട്ട് ഗണ്ണ് ചോദിക്കും. അതിന് അങ്കിള് പറയും ടൈം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി അല്പസമയത്തിനുള്ളിൽ ഇരുട്ട് വീണ് തുടങ്ങും. സോ ഈ ഒരു അവസ്ഥയിലേക്ക് കാട്ടിലേക്ക് പോകുന്നത് അതൊട്ട് സേഫ് അല്ല. പക്ഷെ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ഗണ്ണ് ചോദിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ആ ഉൽക്ക വീണ ഭാഗം അത് കാണിക്കുകയാണ്. ആ ഭാഗത്ത് ഒരു മുട്ട അതങ്ങനെ പതിയെ അനങ്ങാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനെയും ഫാമിലിയെയും കാണിക്കും. അവരെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരുത്തി ആ ഒരു അങ്കിള് പറയും, നിങ്ങൾ ആ റിച്ച് പയ്യന്റെ സംസാരം ഒന്നും കണ്ട് ടെൻഷൻ ആവണ്ട. അവൻ ഈ ഒരു വലിയ റിസോർട്ടിന്റെ ഓണറിന്റെ മകനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്ന് എപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ആളാണെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ അവളാണെങ്കിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അതിന് അങ്കിള് പറയും നെറ്റ് തൽക്കാലത്തേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫോൺ ടവറിന് നല്ല റേഞ്ച് ഉണ്ട്, പക്ഷെ ടവർ ഇപ്പൊ ചെറുതായിട്ട് കംപ്ലൈന്റ് ആയിട്ടിരിക്കുകയാണ്. എത്രയും വേഗം അത് റിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിന് യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അത് കേട്ട് മോമോ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ പുറത്തേക്ക് വരും. അപ്പൊ മറ്റൊരു ഭാഗത്ത് വേറൊരു പെണ്ണും അവളുടെ ബോയ് ഫ്രണ്ടും അവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഈ ഒരു റിസോർട്ടിലെ ജോലിക്കാരാണ്. അവള് പറയും എനിക്ക് പുറത്ത് ജോലി കിട്ടിക്കഴിഞ്ഞു, ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കാനാവില്ല, നമുക്ക് പാതി വഴിയിൽ ഈ ജോലി ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയിക്കൂടെ. അതിനവൻ പറയും അയ്യോ വേണ്ട വേണ്ട, നമ്മളിപ്പോൾ ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി ക്യാഷേ കിട്ടൂ, കോൺട്രാക്ട് തീരാൻ കുറച്ച് കാലതാമസം മാത്രമേ ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടുമായിട്ട് നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. ഇവിടെ ഹീറോയിനാണെങ്കിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടും ഫോട്ടോ എടുത്തും ആ കാട്ടിലേക്ക് കയറി വരുമ്പോഴായിരിക്കും ഒരു കല്ലിന്റെ മുകളിൽ കത്തി കാണുക. കത്തിയിലാണെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ കാണും. അവൾ ആ കത്തി എടുക്കാനായിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും ഏതോ ഒരാൾ അവിടേക്ക് ചാടി വരികയാണ്. ആളെ കണ്ട് അവളൊന്ന് പേടിക്കും. ആക്ച്വലി ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. ആളും ഈ റിസോർട്ടിലെ ഒരു ജോലിക്കാരനാണ്. അവനെ കാണേണ്ട താമസം അവളാണെങ്കിൽ ആ കത്തിയെടുത്ത് അങ്ങനെ വീശുകയാണ്. അതിനവൻ പറയും അയ്യോ ഇല്ല ഇല്ല, ഞാൻ നിന്റെ എനിമിയൊന്നും അല്ല, ഞാനും ഈ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണെന്ന് പറയും. അവൾ പേടിച്ച് പതിയെ പുറകിലേക്ക് നടക്കും. കാല് തട്ടി അവൾ മുൻപിലേക്ക് വീഴുകയാണ്. അവൾ മുൻപോട്ടേക്ക് വീഴേണ്ട താമസം അവളുടെ കത്തി അത് അവന്റെ കയ്യിൽ തട്ടി അവന്റെ കയ്യിലൊരു മുറിവുണ്ടാവും. കട്ട് ചെയ്ത ആ കാട്ടിലേക്ക് പോയ ടവർ മെക്കാനിക്സിനെ കാണിക്കും. അവരാണെങ്കിൽ എന്തോ ഒന്നിനെ കണ്ട് പേടിച്ച് അങ്ങനെ ഷോക്കായിട്ട് ഓടുകയാണ്. അധികം വൈകാതെ തന്നെ എന്തോ ഒന്ന് അവർ രണ്ടുപേരെയും കടിച്ചു പറിച്ചു കൊല്ലും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈറ്റ് ടൈം ഹീറോയിന്റെ പാരൻസ് അവരാണെങ്കിൽ ഹീറോയിനെ വിളിച്ചിരുത്തി അവൾക്ക് മുൻപിൽ ഒരു കേക്കൊക്കെ വെച്ച് ഹീറോയിന് ബർത്ത്ഡേ വിഷസ് ഒക്കെ കൊടുക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ ഹീറോയിന്റെ ബർത്ത്ഡേ ആണ്. അതിന് ഹീറോയിനാണെങ്കിൽ ടെൻഷനായി.
എന്നെ കൊണ്ട് പറ്റില്ല ഈ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട്. നിങ്ങൾ രണ്ടുപേരും ഒരിക്കൽ പോലും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ വെറും നിങ്ങളുടെ ഡ്രാമ മാത്രമാണെന്ന് പറഞ്ഞ് അവൾ ചാടി എഴുന്നേക്കും. അതിൽ കലി കയറിയ അവളുടെ അമ്മ അവളുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒരുപാട് വിഷമാവും. അവൾ റൂമിലേക്ക് വന്ന് അങ്ങനെ ഫോണിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ദൂരത്ത് ബാൽക്കണിയിൽ ആ ജാട പയ്യനും അവൻ്റെ ഗേൾഫ്രണ്ടും അവർ രണ്ടുപേരും എന്തൊക്കെയോ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്നത് കാണുക. അവളാണെങ്കിൽ വെറുതെ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു ക്രീച്ചർ കാട്ടിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് അവൾ കാണും. അവൾ അതിനെയും പതിയെ റെക്കോർഡ് ചെയ്യും. ഇരുട്ടായതുകൊണ്ട് തന്നെ അതെന്താണെന്ന് വ്യക്തമായിട്ട് അവൾക്ക് കാണാനായിട്ട് കഴിയില്ല. ആ സമയം നോക്കി അവൾ ആശ്വസിപ്പിക്കാൻ അവളുടെ അമ്മ റൂമിലേക്ക് വരും. അവളുടെ അമ്മ റൂമിൽ നിന്ന് പോയി ഉറപ്പായതിനു ശേഷം അവൾ വീണ്ടും ഫോണും എടുത്ത് ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കും. അവളാണെങ്കിൽ ആ ഒരു ക്രിയേച്ചറിനെ അവിടെ മുഴുവൻ നോക്കും. പക്ഷെ അതിനിപ്പോൾ അവിടെ കാണാനില്ല. അവൾ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ ക്രിയേച്ചർ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോഴായിരിക്കും അവളുടെ അമ്മ അവിടേക്ക് വന്ന് അവളോട് ദേഷ്യപ്പെട്ട് അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക. അവരവിടുന്ന് പോകേണ്ട അടുത്ത നിമിഷം ആ ക്രിയേച്ചർ അങ്ങനെ അവരെ പാസ് ചെയ്ത് പോവാണ്. കട്ട് ചെയ്ത ആ ജാട പയ്യനും അവൻ്റെ ഗേൾഫ്രണ്ടും അവർ രണ്ടുപേരും ഇപ്പോൾ നല്ല റൊമാൻറ്റിക് ആയിട്ട് ചില കുൽസിത പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ക്രിയേച്ചർ അതങ്ങനെ ബാൽക്കണി വഴി അവരുടെ റൂമിലേക്ക് ചാടി വീഴുകയാണ്. അതാണെങ്കിൽ ആ ജാട പയ്യന്റെ ഗേൾഫ്രണ്ടിനെ അങ്ങനെ കടിച്ചു പറിച്ച് അവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അവനാണെങ്കിൽ പേടിച്ച് നിലവിളിച്ച് താഴേക്ക് ഇറങ്ങി ഓടുകയാണ്. സ്റ്റാഫുകളെല്ലാം തന്നെ അവന്റെ ശബ്ദം കേട്ട് അവന്റെ അടുത്തേക്ക് വരും. പക്ഷെ അവൻ അവരോടൊന്നും പറയാതെ ഹീറോയിനും അവളുടെ ഫാമിലിയുള്ള ആ ഒരു റൂമിലേക്ക് വരും. അതിനുശേഷം അവനാണെങ്കിൽ ഡോറിൽ ആഞ്ഞു മുട്ടുകയാണ്. ഹീറോയിന്റെ പപ്പ ആൾ ഡോർ തുറക്കും. ഡോർ തുറക്കേണ്ട താമസം അവനകത്തേക്ക് കയറി വരികയാണ്. അതിന്റെ തൊട്ട് പിന്നാലെ വന്ന സ്റ്റാഫുകളെല്ലാം അവനെ റിലാക്സ് ചെയ്യിപ്പിച്ച് അവനോട് കാര്യം അന്വേഷിക്കും. അവനാണെങ്കിൽ ആ ക്രിയേച്ചറിന്റെ കാര്യം അവരോട് പറയും. അതെ, അതൊരു മോൺസ്റ്റർ ആണ്. അത് ചാടി വന്ന് എന്റെ ഗേൾഫ്രണ്ടിനെ കടിച്ചു പറിച്ച് അവിടുന്ന് കൊണ്ടുപോയി. അവന്റെ സംസാരമൊക്കെ കേട്ട് ഇത് ആരും തന്നെ അത് വിശ്വസിക്കില്ല. കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഓരോ പ്രാങ്കുകൾ ചെയ്യാറുള്ളതാണ്. പക്ഷെ ഹീറോയിന് അറിയാം അവൾ കണ്ട ആ ഒരു ക്രിയേച്ചറിനെ കുറിച്ചാണ് അവൻ പറയുന്നതെന്ന്. അവളാണെങ്കിൽ മൊബൈലിൽ അവൾ ഷൂട്ട് ചെയ്ത ആ ക്രിയേച്ചറിന്റെ വിഷ്വൽസ് അവർക്ക് കാണിച്ചു കൊടുക്കും. ജാടപ്പയ്യനാണെങ്കിൽ അത് കണ്ട് ഞെട്ടിയിട്ട് അതെ, ഇത് തന്നെയാണ് അവൾ അറ്റാക്ക് ചെയ്തതെന്ന് പറയും. ഉടനെ അവരെല്ലാവരും അത് വിശ്വസിക്കുകയാണ്. അതിനുശേഷം അവരാണെങ്കിൽ കുറച്ച് ദൂരെയുള്ള ഹീറോയിന്റെ അങ്കിളിനെ ഈ വിവരം അറിയിക്കും. ആളാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കുറച്ച് കിറങ്ങിയിരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ആൾ ഗണ്ണെടുത്ത് അവിടേക്ക് പുറപ്പെടും. ആളുടെ കൂടെ തന്നെ ഹീറോയും ആൾക്ക് സപ്പോർട്ടായിട്ട് വരികയാണ്. അതേസമയം ഇവിടെ ജാടപ്പയ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ബ്രദർ അവൻ പറയും, എന്റെ സിസ്റ്റർ അവൾ ചിലപ്പോൾ പരിക്കുകളൊക്കെ പറ്റി എവിടെയെങ്കിലും പുറത്ത് ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്നോടൊപ്പം ആരെങ്കിലും വരണം, എനിക്ക് അവളെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറയും. പക്ഷെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അത് കണ്ട ആ ഒരു ലവ് കപ്പിൾസിലെ പെണ്ണ് അവൾ എഴുന്നേറ്റ് നിന്ന് ആണുങ്ങളെ എല്ലാവരെയും കളിയാക്കുകയാണ്. നിങ്ങൾ ഇത്രയും വലിയ പേടിത്തൊണ്ടന്മാരാണോ? അവന് സപ്പോർട്ടായിട്ട് പോവാൻ ആരുമില്ലേ? ഉടനെ അവളുടെ ബോയ് ഫ്രണ്ട് അവൻ ഒരുപാട് പേടിയുണ്ടെങ്കിലും അവൻ്റെ ഒപ്പം പെണ്ണിനെ അന്വേഷിച്ച് ഇപ്പൊ പുറത്തേക്ക് പോവാണ്. അവർ ആ ഒരു ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കും. പക്ഷെ അവിടെ എവിടെയും അവളെ കാണാനില്ല. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ മാനേജർ അങ്കിളും ഹീറോയും അവർ രണ്ടുപേരും അങ്ങനെ ലൈറ്റൊക്കെ എടുത്ത് നടന്നു വരികയാണ്. മാനേജർ ആണെങ്കിൽ ആക്കി ടോക്കി ഹീറോയുടെ കയ്യിൽ കൊടുത്ത് എനിക്കൊന്ന് യൂറിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ കാടിന്റെ ഭാഗത്തേക്ക് ഇറങ്ങും. അതേസമയം ഇവിടെ ബ്രദറും ആ ലവർ പയ്യനും ആ ഒരു വലിയൊരു മരത്തിന്റെ തൊട്ടടുത്തേക്ക് വരുമ്പോഴായിരിക്കും ആ ലവറും ആ ക്രീച്ചർ കൊണ്ടുപോയ പെണ്ണ് അവൾ അങ്ങനെ താഴേക്ക് വന്ന് അടിച്ചു വീഴുക. അവളുടെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പാർട്സ് കാണാനില്ല. അവളുടെ വികൃതമായ ബോഡി കണ്ട് അവളുടെ ബ്രദർ അവനങ്ങനെ പൊട്ടിക്കരയാണ്. അതേസമയം ഈ ഒരു ന്യൂസ് അത് ഹീറോയിന്റെ പപ്പ വാക്കി ടോക്കിയിലൂടെ നമ്മുടെ ഹീറോയെ അറിയിക്കുകയാണ്. ആളാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അപ്പോ അവൻ ആ ന്യൂസ് കേട്ട് ഷോക്കായിട്ട് നിൽക്കും. ആ സമയത്തായിരിക്കും മാനേജറിനെ കുറിച്ച് ഓർമ്മ വരിക. ആൾ ഇത്ര സമയമായിട്ടും തിരികെ അവന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അവൻ ടെൻഷനായി ആ കാട് മുഴുവൻ അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു വലിയ ശബ്ദം അത് കേട്ട് അവൻ ആ ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ലവർ പയ്യൻ അവനാണെങ്കിൽ എല്ലാവരോടും പറയും, അതൊരു മോൺസ്റ്റർ ജീവി തന്നെയാണ്. അവളുടെ ബോഡി അത് ഞാൻ ശരിക്കും ചെക്ക് ചെയ്തു. അതില് ഭീകരമായിട്ടുള്ള ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടെന്ന് അവൻ തുറന്നു പറയും. അതിനവന്റെ ലവർ ആണെങ്കിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഞാൻ അവളുടെ ബോഡി അത് ചെക്ക് ചെയ്തതാണ്. അതില് ബൈറ്റിങ്ങും സ്ക്രാച്ചസും ഒക്കെ വലിയൊരു ജീവിയുടേതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ക്രീച്ചറിനെ കണ്ടെത്തി ഇതിനെ നശിപ്പിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവളാണെങ്കിൽ എല്ലാവർക്കും കോൺഫിഡൻസും ഉറപ്പും കൊടുക്കും. അങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയമായിരിക്കും ഹീറോ അവിടേക്ക് വരിക. അവർ ഡോർ തുറക്കും. ഹീറോ പറയും, മാനേജർ അദ്ദേഹത്തെ കാണാനില്ല.
ഒരു വലിയ ക്രിയേച്ചറിന്റെ ശബ്ദം അത് ഞാൻ കേട്ടു. ഒരുപക്ഷെ അത് മാനേജറിനെ കൊണ്ടുപോയിരിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കതിനെ എതിർക്കാനായിട്ട് കഴിയും. അതിന് ഹീറോയിൻ മോമോ അവളാണെങ്കിൽ ടെൻഷനാവും. നിങ്ങൾ എന്താ ഈ പറയണേ? റൂമിന്റെ അകത്ത് വെച്ചാണ് അവളെ ആ ഒരു ക്രീച്ചർ കൊണ്ടുപോയത്. സോ അതിന് റൂമെന്നോ ഔട്ട്സൈഡെന്നോ ഒരു പ്രശ്നമല്ലാന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആയുധങ്ങളൊക്കെ അവരെ കൊണ്ട് പറ്റും പോലെ കളക്ട് ചെയ്ത് അങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ചാട പയ്യൻ അവനാണെങ്കിൽ ഹീറോയുടെ ഗണ്ണൊക്കെ അടിച്ചു മാറ്റി പുറത്ത് ആ ബീച്ചിനെ അന്വേഷിച്ച് അങ്ങനെ പതിയെ നടന്നു വരികയാണ്. അപ്പൊ അവന്റെ തൊട്ടു പിന്നിൽ മരണപ്പെട്ട ആ പെണ്ണിന്റെ ബ്രദർ അവനാണെങ്കിൽ ഇതിലൊരു കട്ടയൊക്കെ എടുത്ത് ആ ജാടപ്പയ്യനെ കൊല്ലാനായിട്ട് ഓടി അടുക്കും. അത് കണ്ട് പേടിച്ച് ആ ജാടപ്പയ്യൻ അവനെ ഷൂട്ട് ചെയ്യാണ്. ശബ്ദം കേട്ട് ഹീറോ ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. അതിന് ആ ജാടപ്പയ്യൻ പറയും, ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്റെ ജീവൻ അത് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവനെ ഷൂട്ട് ചെയ്തത്. അതിനാ ബ്രദർ അവൻ പറയും, എന്റെ സിസ്റ്റർ അവള് മരിക്കാൻ കാരണക്കാരൻ അതിവൻ മാത്രമാണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവൻ മരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അവരുടെ ആ റൂം കാണിക്കും. അവിടെയാണെങ്കിൽ കറണ്ട് കട്ടാവും. എല്ലാവരും പേടിച്ച് വിറച്ച് ഓരോ മൂലക്കിരിക്കുന്ന സമയം ആ ക്രീച്ചർ അത് ഒരു ജനലിൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോവാണ്. അത് കണ്ടവർ പേടിച്ച് നിലവിളിച്ച് ഒച്ചത്തിൽ ബഹളമൊക്കെ വെച്ച് പുറത്തേക്ക് ഓടി വരികയാണ്. അവരുടെ നിലവിളി കേട്ട് ആ ജാടപ്പയ്യനും ഹീറോയും അവർ രണ്ടുപേരും അവരുടെ അടുക്കിലേക്ക് വരും. അതിനുശേഷം അവരെല്ലാവരും പേടിച്ച് ഒരു ബ്രിഡ്ജിലൂടെ ഓടുകയാണ്. ഓടുന്ന സമയം ആ ക്രീച്ചർ അങ്ങനെ ഹീറോയിനെ വെള്ളത്തിലേക്ക് ഇടിച്ചിടും. അത് കണ്ട ഹീറോയുടെ അമ്മ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എങ്ങനെയൊക്കെയോ ഹീറോയിനെ മുകളിലേക്ക് കയറ്റും. ബാക്കിയുള്ളവര് ഹീറോയിന്റെ കൈ പിടിച്ച് മുകളിലേക്ക് കയറ്റുന്ന ആ സമയം ക്രീച്ചർ ചാടി വന്ന് ഹീറോയിന്റെ അമ്മയെ വെള്ളത്തിന്റെ അടിയിലേക്ക് കടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് ദൂരേക്ക് മാറുകയാണ്. ആ ജാടക്കാരൻ പയ്യനാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ അവന്റെ കാർ എടുത്ത് ബാക്കി ആരെയും കൂട്ടാതെ അവിടുന്ന് സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടിച്ചു പോകും. അവനാണെങ്കിൽ നല്ല പേടിയുണ്ട്, പുറകിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി അവൻ മുൻപോട്ടേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കാർ നിയന്ത്രണം തെറ്റി ഒരു പാലത്തിൽ അങ്ങനെ ഇടിക്കും. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ അവന്റെ ബോധം പോയി അവൻ അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാർ ആ പാലത്തിനടിയിലായിട്ട് സേഫായ ഒരു സ്ഥലത്ത് മറഞ്ഞു നിൽക്കും. അപ്പ ക്രീച്ചർ അത് അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ ചെക്ക് ചെയ്യാണ്. ആ സമയം ആ ജാട പയ്യനാണെങ്കിൽ ഇപ്പൊ പതിയെ കണ്ണു തുറക്കുകയാണ്. ചുറ്റും എന്താ സംഭവിക്കണമെന്ന് അവന് മനസ്സിലാവില്ല. അവൻ കാറിന്റെ ഡോറ് അതങ്ങനെ പതിയെ തുറക്കും. അടുത്ത നിമിഷം കാറിന്റെ കൺട്രോൾ പോയി അത് താഴെ ആ പാലത്തിലേക്ക് വീണ് പാലം അതങ്ങനെ മൊത്തമായിട്ട് തകർന്നടിഞ്ഞ് താഴെ വീഴുകയാണ്. പക്ഷെ എന്താ ആ ജാടക്കാരൻ പയ്യൻ അവൻ ജസ്റ്റ് മിസ്സിനെ ഡോർ തുറന്ന് പുറത്തേക്ക് തുള്ളിയത് കൊണ്ട് തന്നെ അവന്റെ ജീവന് ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ സേഫായിട്ട് ആ ഒരു വലിയ കോട്ടേജിന്റെ മെഡിക്കൽ സെന്റർ ഭാഗത്തേക്ക് വരും. അന്ന് നൈറ്റ് അവരവിടെ സേഫായിട്ട് തങ്ങുകയാണ്. ഹീറോയിന്റെ ദേഹത്താണെങ്കിൽ ഒരുപാട് പരുക്കളൊക്കെ പറ്റിയിട്ടുണ്ട്. അതിന് ബാൻഡേജും മരുന്നൊക്കെ വെച്ചു കൊടുത്ത് അവരങ്ങനെ അവിടെ റിലാക്സ് ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവരെല്ലാവരും എഴുന്നേറ്റ് പതിയെ പുറത്തേക്ക് വരും. അവർക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നവർ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ഹീറോയിനും ഫാമിലി അവിടേക്ക് വന്ന ആ ഒരു കാറ് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുക. ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം നമുക്ക് എല്ലാവർക്കും ആ കാർ എടുത്ത് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവർ ആ കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തും. പക്ഷെ എന്താ ആ ബ്രിഡ്ജ് അത് ആ ജാടപ്പയ്യന്റെ കാർ വീണ് മുഴുവനായിട്ടും തകർന്നു കിടക്കുകയാണ്. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ സമയം ആ മോൺസ്റ്റർ ക്രീച്ചർ അതാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ അവർക്ക് നേരെ വരികയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അതിനെ കറക്റ്റായിട്ട് മുഴുവനായിട്ടും കാണിക്കും. ഇപ്പോഴാണ് നമ്മളും ഇടയിലെ കഥാപാത്രങ്ങളും എല്ലാവരും അതിനെ മുഴുവനായിട്ടും കാണുക. അവർ പേടിച്ച് ഇപ്പോൾ ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. ആ ക്രീച്ചറിനാണെങ്കിൽ ഭയങ്കര സ്പീഡാണ്. അത് പിന്നാലെ ഓടി നമ്മുടെ മോമോ പെണ്ണ് ഹീറോയിൻ അവളുടെ കാലിൽ പിടിച്ച് നിലത്തടിക്കും. അവളാണെങ്കിൽ ആ ഒരു ഫ്ലോർ തകർന്ന് താഴേക്ക് വീഴുകയാണ്. ഹീറോയിനെ പിടിക്കാനായി അത് താഴേക്ക് പോകാൻ ശ്രമിക്കുന്നത് കണ്ട ഹീറോ അവനൊരു ചെയർ എടുത്ത് അതിന്റെ തലയിൽ ആഞ്ഞടിച്ച് അതിനെ ദശ തിരിപ്പിച്ച് അവന്റെ പിന്നാലെ കൊണ്ടുപോകും. ആ ഗ്യാപ്പിൽ ബാക്കിയുള്ളവരെല്ലാവരും ഹീറോയിനെ രക്ഷിക്കാനായിട്ട് അതിന്റെ അടിയിലേക്ക് ചാടുകയാണ്. അതിനുശേഷം അവർ ഹീറോയിനുമായിട്ട് ആ ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ ഉഷാറായിട്ട് ഓടും. ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് ഓടി എത്തുമ്പോഴായിരിക്കും അവരുടെ തൊട്ടു മുൻപിൽ വലിയൊരു ബാരിയർ കാണുക. അവരത് തുറക്കാനായിട്ട് ഒരുപാട് അതിൽ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യും. ഇവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആ ശബ്ദം കേട്ട് ആ മോൺസ്റ്റർ അത് അവിടേക്ക് വരികയാണ്. അത് ക്ലോസ് എത്തേണ്ട താമസം അവർ ആ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോയി ആ ഒരു ഡോർ ക്ലോസ് ചെയ്യും. അത് ഒരുപാട് തവണ ആഞ്ഞിടിക്കും. പക്ഷെ അപ്പോഴേക്ക് നമ്മുടെ ആൾക്കാർ അവരവിടെ ഓടി ആ ബിൽഡിങ്ങിന്റെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ഭാഗത്തിലേക്ക് വരികയാണ്. ആ കപ്പിൾസിലെ പയ്യൻ
അവൻ പറയും, ഞാനിവിടെ ഒരുപാട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എനിക്കിവിടെയുള്ള മൂലയും നന്നായിട്ട് അറിയാം. ഇവിടെയുള്ള ഗസ്റ്റുകളുടെയും കോട്ടേജിനും ആവശ്യമായിട്ടുള്ള കുറെ കാറുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് കാർ എടുത്ത് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവർ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും മുകളിലൂടെ ആ ഒരു ക്രീച്ചർ അങ്ങനെ ചാടി വരുന്നത് കാണുക. അവർ ആ ജനലിലേക്ക് സൂക്ഷിച്ചു നോക്കും. അതൊരു അല്പം തുറന്നിരിക്കുകയാണ്. അതിലൂടെ അത് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നവർ പറയുമ്പോഴേക്കും അടുത്ത സെക്കൻഡ് ആ ക്രീച്ചർ ആ തുറന്നിരിക്കുന്ന ജനലിലൂടെ അകത്തേക്ക് വരികയാണ്. അതിനെ കാണേണ്ട താമസം എല്ലാവരും ഓരോ ഭാഗത്തേക്ക് ചെതറി ഓടും. ഹീറോയിനാണെങ്കിൽ ഒരു വലിയ ടേബിളിന്റെ അടിയിൽ ശ്വാസമൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ ടേബിളിന്റെ തൊട്ട് മുകളിലാണ് ഇപ്പൊ ആ ക്രീച്ചർ ഉള്ളത്. അതങ്ങനെ പതിയെ പതിയെ മുൻപോട്ടേക്ക് വന്ന് ടേബിളിന്റെ അടിയിലുള്ള ഹീറോയിനെ കറക്റ്റായിട്ട് കാണും. അത് കണ്ട ഹീറോയിന്റെ പപ്പ ആള് വലിയൊരു വടിയും കമ്പൊക്കെ എടുത്ത് അവിടെ ആഞ്ഞടിച്ച് അതിന്റെ ശ്രദ്ധ അത് തിരിക്കുകയാണ്. ആ ക്രീച്ചർ ആണെങ്കിൽ ഹീറോയുടെ പപ്പയുടെ പിന്നാലെ ഓടും. പക്ഷെ ആള് ഈ ശബ്ദം ഉണ്ടാക്കി അതിനെ വെട്ടിത്തെറിപ്പിച്ച് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അതിനുശേഷം ആ ക്രീച്ചർ ആണെങ്കിൽ ആ കപ്പിൾസിന്റെ പിന്നാലെ ഓടും. അത് കണ്ട നമ്മുടെ ഹീറോ അവൻ ഫയർ എക്സ്റ്റിങ്യൂഷറുമായിട്ട് വന്ന് അത് അതിന്റെ ദേഹത്തേക്ക് അടിച്ച് ബാക്കിയുള്ളവരോട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. ആ കപ്പിൾസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കും. ഹീറോയും ഹീറോയിന്റെ പപ്പയും അവർ മൂന്നുപേരും വേറൊരു ഭാഗത്തേക്കും വരും. ആ ബീസ്റ്റ് ആണെങ്കിൽ വിടാതെ ഇപ്പൊ ആ കപ്പിൾസ് ഉള്ള ഭാഗത്തേക്ക് വരികയാണ്. ആ ബീസ്റ്റ് ആണെങ്കിൽ ആ പെണ്ണിന്റെ തൊട്ടടുത്ത് തന്നെ താമസം. അവളുടെ ലവർ അവൻ പുറത്തേക്ക് ചാടി അതിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അത് അവനെ പെട്ടിച്ച് വലിച്ച് കാട്ടിച്ച് തിന്നാണ്. അത് കണ്ട് സഹിക്കാൻ കഴിയാതെ അവൾ നിലവിളിച്ച് കരയും. ഉടനെ ഹീറോയിനും അവളുടെ പപ്പയും അവർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അവർ മുകളിലേക്ക് നോക്കും. അത് ആ റൂഫ് ടോപ്പിലൂടെ അവനെ കടിച്ചു വലിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവനെ കുറേശ്ശെ തിന്നാണ്. അത് കണ്ട് അവളുടെ ബോധം പോയി അവൾ താഴേക്ക് വീഴും. ഹീറോ ആണെങ്കിൽ അവരെ മൂന്നുപേരെ ആശ്വസിപ്പിച്ച് ഒരു ഭാഗത്തിരുത്തും. അതിനുശേഷം ഹീറോയിന്റെ കാറ് അതെങ്ങനെയെങ്കിലും അവൻ എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരാമെന്ന് പറയും. അതിന് ഹീറോയിന്റെ പപ്പ ആളാണെങ്കിൽ ഹീറോയുടെ കൈ പിടിച്ചു പറയും, നീ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എനിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. സോ പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ കാറുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു പറഞ്ഞ് മോമോടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആള് ശബ്ദം ഉണ്ടാക്കാതെ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടില് ആ ചാടക്കാരൻ പയ്യൻ അവനാണെങ്കിൽ കൈ വീശി കാണിക്കും. ഹലോ, ഞാൻ ഇവിടെയുണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളോടൊപ്പം എന്നെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറയും. അത് കേട്ട് ആ ക്രീച്ചർ ആണെങ്കിൽ താഴേക്ക് വരികയാണ്. ഹീറോയിന്റെ പപ്പയാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടി ആ കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറും. അടുത്ത നിമിഷം ആ ക്രീച്ചർ അത് ആ ഡോറിന്റെ സൈഡ് ഗ്ലാസ് അത് ഇട്ടിച്ച് തകർക്കുകയാണ്. ഹീറോയിന്റെ പപ്പ ആള് വമ്പം ഫോഴ്സിൽ കാർ മുൻപോട്ടേക്ക് കൊണ്ടുപോയി അതിനെ ഒരു ബ്രിഡ്ജിൽ ഇടിപ്പിച്ച് അങ്ങനെ തെറിപ്പിച്ച് കളയും. പക്ഷെ അപ്പോഴും ആ ക്രീച്ചർ വിടാതെ ആളെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ബീസ്റ്റ് ക്രീച്ചർ അവളുടെ പപ്പയെ ഫോളോ ചെയ്യാണെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ആണെങ്കിൽ പുറത്തേക്ക് ഓടും. അവളുടെ തൊട്ട് പിന്നാലെ ഹീറോയും ആ ലവർ പെണ്ണും അവളും പുറത്തേക്ക് വരും. ഇവിടെ പപ്പയെ ആ ഒരു ക്രീച്ചർ ഫോളോ ചെയ്തു വന്ന് കാറിന് മുകളിലേക്ക് ചാടി കയറി ഫ്രണ്ട് ഡോറ് അങ്ങനെ തകർത്ത് ആളുടെ ബോഡിയിൽ പരുക്ക് പറ്റിപ്പിക്കുകയാണ്. മോമോയുടെ പപ്പയ്ക്കാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ പരുക്ക് പറ്റി. ആള് സഡൻ ബ്രേക്ക് ചെയ്ത് ആ കാർ നിർത്തും. ക്രീച്ചർ ആണെങ്കിൽ തെറിച്ചു പോകും. ആളുടെ കാർ ലക്ഷ്യമാക്കി നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ അവർ ഓടിയെത്തും. ഇവിടെ പപ്പയാണെങ്കിൽ അവസാനമായിട്ട് മോമോയുടെ മുഖത്തേക്ക് നോക്കും. എനിക്ക് ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആളാ കാർ റേസ് ചെയ്ത് ആ ഒരു ബീസ്റ്റ് ക്രീച്ചറിനെ അങ്ങനെ വലിയൊരു കൊക്കയിലേക്ക് ഇട്ടിച്ച് തെറിപ്പിച്ച് താഴേക്ക് ഇടുകയാണ്. കാറും താഴേക്ക് വീണ് പൊട്ടി അങ്ങോട്ട് തെറിക്കും. മോമോയ്ക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ അവൾ ഒരുപാട് ദേഷ്യത്തിൽ ആ ചാടക്കാരനെ അറിഞ്ഞും പുറഞ്ഞും അടിക്കുകയാണ്. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, നീ കാരണമാണ് എനിക്ക് എന്റെ പപ്പയെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെടും. അതിനുശേഷം അവർ നാലുപേരും അവിടെ ഉണ്ടായിരുന്നൊരു കാറ് അത് റിപ്പയർ ചെയ്ത് ഇപ്പൊ പതിയെ പുറത്തേക്ക് പോവാണ്. ഹീറോയിനും ആ ലവർ പെണ്ണും അവർ രണ്ടുപേരും ഒരുപാട് വിഷമത്തിൽ അങ്ങനെ ഇരിക്കും. ഹീറോയിൻ ആണെങ്കിൽ അവസാനമായിട്ട് അവളുടെ പപ്പ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ കണ്ട് പൊട്ടിക്കരയും. അപ്പോഴായിരിക്കും അവർ തകർന്നു കിടക്കുന്ന ആ ഒരു ബ്രിഡ്ജ് കാണുക. അതുകൊണ്ട് തന്നെ കാറിലൂടെ അവർക്ക് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ കഴിയില്ല. സോ നമുക്കെല്ലാവർക്കും ആ റോപ്പ് റൈഡ് അതുപയോഗിച്ച് മറുവശം കടക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയിനും ആ ലവർ പെണ്ണും അവർ രണ്ടുപേരും ഒരെണ്ണത്തിലും ബാക്കിയുള്ള നമ്മുടെ ഹീറോയും ആ ചാടക്കാരൻ പയ്യനും അവർ രണ്ടുപേരും മറ്റൊന്നിലും കയറി അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ പോവുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ഒരു ക്രീച്ചർ അത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവർ കാണാം. അതിനെ കണ്ട് പേടിച്ച് അവരാണെങ്കിൽ വലിയൊരു പില്ലറിലേക്ക് അങ്ങനെ ചാടി കയറുകയാണ്. ഹീറോയിനാണെങ്കിൽ ആ പില്ലറിലേക്ക് കയറാൻ കഴിയില്ല. ഹീറോ അവളുടെ കൈ പിടിച്ച് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ പരാജയപ്പെട്ടു പോവാണ്. അടുത്ത നിമിഷം ആ ഒരു വേസ്റ്റ് അതങ്ങനെ ചാടി ചാടി അവൾ നിൽക്കുന്ന
ആ ഒരു റൈഡിലേക്ക് വരികയാണ്. അത് അവളുടെ റൈഡില് അങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ബാലൻസ് പോയി അവർ രണ്ടുപേരും താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയും ആ ജാടക്കാരൻ പയ്യനും ആ പെണ്ണും അവർ മൂന്ന് പേരും ഹീറോയിനെ അന്വേഷിച്ച് പോവാണ്. അത് കണ്ട ആ ഈഗോ ചാടക്കാരൻ പയ്യൻ അവൻ ഹീറോയെ തല്ലി താഴെയിട്ട് ഗണ്ണും ഒക്കെ എടുത്ത് അവിടുന്ന് കടന്ന് കളയാണ്. കട്ട് ചെയ്ത നമ്മുടെ ഹീറോയിൻ അവൾ ഏതോ ഒരു നദിക്കരയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അവൾ പതിയെ കണ്ണു തുറന്ന് മുൻപിലേക്ക് നോക്കും. അവളുടെ തൊട്ടടുത്തായിട്ട് ആ മോൺസ്റ്റർ ബീസ്റ്റ്. അതിനെ കണ്ട് അവൾ എഴുന്നേറ്റ് ഓടാനായിട്ട് ശ്രമിക്കും. അതാണെങ്കിൽ ഞൊടിയടെ ചാടി എഴുന്നേറ്റ് അവളുടെ തൊട്ടരികിലേക്ക് വരികയാണ്. കറക്റ്റ് സമയം ഹീറോ അവനവിടേക്ക് ചാടി വന്ന് ഫോണിൽ വലിയ ശബ്ദത്തിൽ അലാറം വെക്കും. ആ ബീസ്റ്റ് ആണെങ്കിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുന്ന ഗ്യാപ്പിൽ ഹീറോ അവളെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ബീസ്റ്റ് ആണെങ്കിൽ താൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കി ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ചാടക്കാരൻ പയ്യൻ ലൈറ്റ് അടിച്ചുകൊണ്ട് പോകുന്നത് അത് കാണുകയാണ്. അതങ്ങനെ ഫുൾ ഫോഴ്സിൽ എടുത്തു ചാടി അവനെ കടിച്ചു മുറിച്ച് തിന്നും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ വീണ്ടും റിസോർട്ടിലേക്ക് വന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ്. ആ സമയത്തായിരിക്കും ഹീറോയ്ക്ക് ആ ഒരു ബീസ്റ്റിന്റെ കുഞ്ഞിനെ വഴിയിൽ വെച്ച് കിട്ടുക. ഹീറോയിനാണെങ്കിൽ ആ ബീസ്റ്റ് വരുന്നുണ്ടോ എന്ന് മുകളിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ തൊട്ട് മുൻപിൽ ആ ബീസ്റ്റ് വന്ന് നിൽക്കും. ഞോട്ടിയിടയിൽ ഹീറോ ആ ബീസ്റ്റിന്റെ കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുവരാണ്. കുഞ്ഞിനെ കാണേണ്ട താമസം ബീസ്റ്റ് ഹീറോയുടെ തൊട്ട് പിന്നാലെ വരും. അതേസമയം ആ ലവർ പെണ്ണാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കുറെ ഗ്യാസ് സ്റ്റവ് ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ മുഴുവൻ കെറോസിൻ സ്പ്രെഡ് ചെയ്ത് തീ കത്തിക്കുകയാണ്. ആ ചെറിയ ബീസ്റ്റ് ആണെങ്കിൽ പുറത്തേക്ക് ചാടി വന്ന് ആ ലവർ പെണ്ണിനെ അവളെ കടിച്ചു കീറാനായിട്ട് തുടങ്ങും. ആ സമയം ആ ഗ്യാസ് കുറ്റികളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കും. ഹീറോയും അവർ രണ്ടുപേരും ദൂരേക്ക് തെറിച്ചു വീഴും. ആ ബീസ്റ്റിന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ബീസ്റ്റ് അത് ഹീറോയ്ക്ക് നേരെ എടുത്ത് ചാടുകയാണ്. ഹീറോ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഇരുമ്പ് കമ്പി അത് അതിന് നേരെ നീട്ടിപ്പിടിക്കും. അത് എടുത്തു ചാടുന്ന സമയം ആ ഇരുമ്പ് കമ്പി അതിന്റെ ബോഡിയിൽ കുത്തിയിറങ്ങി അത് ചത്തു വീഴും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിൻ അവള് ആ കുഞ്ഞു ബീസ്റ്റിന്റെ ദേഹത്തേക്ക് വലിയൊരു കല്ലെടുത്ത് ആഞ്ഞെറിയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഹീറോയെയും ഹീറോയിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഹീറോയിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ വലിയ എന്തോ ശബ്ദം കേട്ട് ഹീറോയിൻ ദൂരേക്ക് നോക്കും. ആ ഒരു മലയെ ലക്ഷ്യമാക്കി ഒരു ഉൽക്ക അതങ്ങനെ പോവാണ്. അതുകൊണ്ട് അവൾ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു ഫിലിം അവസാനിക്കുന്നു.